Hi, hello, welcome to IAS Factors current affairs class called Turbo for UPSC 2026. ഇന്ന് നമ്മുടെ ആറാമത്തെ ക്ലാസ് ആണ്. ജനറൽ ടോപ്പിക്സ് ആണ്. ഇന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ പോലും കുറച്ച് ഹിസ്റ്ററി ഉണ്ട്, കുറച്ച് ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, കുറച്ച് ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കോൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. സോ ലെറ്റ്സ് ക്വിക്ലി സ്റ്റാർട്ട് ഓൺ വിത്ത് ദ 6th ക്ലാസ്. ബാക്കിയുള്ള സെഷൻസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിത്ത് ദ തീം റേഡിയസ് അപ്രോച്ച് മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യാൻ നമുക്ക് നോക്കാം. വിത്ത് മീ അർജുൻ ആർ ശങ്കർ. സോ റീഡ് മോർ. സോ ലെറ്റ്സ് ക്വിക്ലി നമ്മുടെ സോഴ്സസ് ഇന്ന് ജനറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത് ഹിന്ദു ഇസ് എ ബിഗ് സോഴ്സ്. ആൻഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് നമ്മൾ സോഴ്സ് ചെയ്തിരിക്കുന്നത് PIB തന്നെയാണ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന്. കാരണം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഹിന്ദുവിൽ വരണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ മിൻറ്റിലോ ഒക്കെ വന്നിട്ടുണ്ടാവാം. PIBയിൽ വന്ന സാധനങ്ങൾ വളരെ ചെറിയ ന്യൂസ് ആയിട്ട് ഹിന്ദുവിൽ വരാം, പക്ഷേ ഇന്ന് PIBയിൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ദാറ്റ് മേക്സ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഗവൺമെന്റിന്റെ ഒരു റെപ്പോസിറ്ററി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് വൈ വി ആർ ഡിസ്കസിങ് ദിസ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട നമുക്ക് ടോപ്പിക്കുകൾ ഏതാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ആദ്യം തന്നെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്പർ 1, ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്? ഗ്രാസ മാഷലിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആരാണ് ഈ അവാർഡ് കൊടുക്കുന്നത്, എന്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫ്രം ആർട്ട് ആൻഡ് കൾച്ചർ, പിപ്രാവ റിലിക്സ്, ബുദ്ധന്റെ ശാക്യ ക്ഷത്രിയ ക്ലാൻ എന്നുള്ള ആ സമയത്തു നിന്നുള്ള പിപ്രാവ റിലിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പിപ്രാവ റിലിക്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എന്താണ് ഈ പിപ്രാവ റിലിക്സിന്റെ ഇമ്പോർട്ടൻസ്? അശോകൻ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അശോക ഈവൻ കൺസ്ട്രക്റ്റഡ് 84,000 സ്തൂപാസ്. അപ്പോൾ ഇത് പിപ്രാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്തൊക്കെ കിട്ടി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വാട്ട് ഡസ് ദാറ്റ് ഡിനോട്ട്? BSNL പുതിയൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വൈഫൈ. മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് വൈഫൈയിൽ കോൾ വിളിക്കാൻ പറ്റും. അത് വാട്സപ്പ് കോൾ പോലെയല്ല, നമ്പർ തന്നെ വിളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം, വോഫൈ എന്നുള്ളത്. ആൻഡ് വാട്ട് ഇസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ എക്സ്പോർട്ടേഴ്സ്? ഈ CGSC എന്ന് പറയുന്നത് എക്സ്പോർട്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവണം. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആയുഷ്മാൻ ഭാരത് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ കോൺസെപ്റ്റിൽ വാട്ട് ഈസ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ? ആൻഡ് പ്രധാനമായിട്ടും തലാഖി ഹസൻ, ഡിവേഴ്സ്. സുപ്രീം കോർട്ടിൽ നമ്മൾ ട്രിപ്പിൾ തലാഖിനെ കുറിച്ച് ഓൾറെഡി കുറേ വർഷങ്ങൾക്ക് മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇത് തലാഖി ഹസൻ വ്യത്യാസമുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കേസാണ്, ബനസീർ ഹീന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നമ്മൾ ഷാഹ്റ ബാനു എന്നൊക്കെ പറയുന്ന കേസുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഇതിൽ ബനസീർ ഹീന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, NFRA? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഇതിൻ്റെ അതോറിറ്റി, എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്ന ബോഡീസ്. ആൻഡ് വാട്ട് ഈസ് പ്രഗതി, PM ലെഡ് പ്ലാറ്റ്ഫോം ഫോർ പ്രൊജക്ട് മോണിറ്ററിംഗ് ആൻഡ് ഗവർണൻസ്. 50 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഗവർണൻസിൽ ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് നോക്കണം. ആൻഡ് മൈനിങ്ങിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ക്യാപ്റ്റീവ് ആൻഡ് കൊമേഴ്ഷ്യൽ മൈനിങ് എന്താണ് കോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതിൽ ഡെസ്പാച്ച്ഡ് ഔട്ട്പുട്ട് എന്താണ്, പ്രധാനമായിട്ടും വാട്ട് ഈസ് ക്യാപ്റ്റീവ് കോൾ മൈനിങ് ആൻഡ് വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ കോൾ മൈനിങ്, അത് ഓർത്ത് വെക്കണം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മൃദംഗീയ ഗായൻ ബായൻ ട്രഡീഷൻ ഓഫ് ശ്രീമന്ത ശങ്കരദേവ. അസാമിലെ ഒരു മ്യൂസിക്കൽ ഇതിന്റെ ഹിസ്റ്ററിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ക്വിക്ലി ഗെറ്റ് ഓൺ ടു ദ ടോപ്പിക്. മൊസാംബിയയിലെ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ് ഗ്രഹ മഷേൽ എന്ന് പറയുന്നത്. ഇവർക്ക് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കൊല്ലവും ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഇങ്ങനെ എല്ലാ കൊല്ലവും കൊടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈസ് തന്നെയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ് ഇതിന്റെ പ്രൈസ് മണി കൊടുക്കുന്നത്. അപ്പൊ അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത്, നമുക്കിത് കിട്ടുമോ, അല്ലെങ്കിൽ ഭാവിയിൽ ആർക്കെങ്കിലും അത് കിട്ടുമോ? ഹൂ ഇസ് ദ പേഴ്സൺ ഹു ഇസ് ഗോയിങ് ടു നോമിനേറ്റ് ഇറ്റ് ആൻഡ് വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ഫോർ നോമിനേറ്റിംഗ്? ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ക്വിക്ലി ഗെറ്റ് ഇൻ ടു ദ പോയിന്റ്. സോ ഇവര് ഒരു മൊസാംബിക്കിലെ ആക്ടിവിസ്റ്റ് ആണ്, റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. ആൻഡ് ഇന്ദിരാഗാന്ധി പ്രൈസിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ്. ഇതിനകത്തൊരു പ്രധാന കാര്യമുണ്ട്. അപ്പൊ ആർക്കാണ് ഈ അവാർഡ് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ ഇസ് ദ റൈറ്റ് പേഴ്സൺ ഡിസേർവിംഗ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നതെങ്കിൽ പോലും നമ്പർ 1 പീസിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാൾ, ഡിസാർമമെന്റ്
യുദ്ധങ്ങൾ നിർത്താനും അങ്ങനെയൊക്കെയുള്ള വാർ സോൺ കോൺഫ്ലിക്റ്റ് ഏരിയസ് ഒക്കെ നിർത്താനും പിന്നീട് ഡെവലപ്മെന്റ്, സമാധാനത്തിനും ഡെവലപ്മെന്റിനും മിലിറ്ററിക്കെതിരെയും അല്ലെങ്കിൽ യുദ്ധങ്ങൾക്കെതിരെയും കോൺഫ്ലിക്റ്റിനെതിരെയും വർക്ക് ചെയ്ത ഒരു പല മേഖലകളിൽ വർക്ക് ചെയ്ത ആർക്കെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പീസ്, ഡിസാർമമെന്റ്, ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന തീമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതാണ് ഇതെന്ന് ഓർത്തു വെക്കേണ്ട മേജർ ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. ആൻഡ് യെസ്, അടുത്തത് എന്നാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇനിയും അതിൻ്റെ ഒരു വേർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അതിൻ്റെ ഷോർട്ട് ഫോം ആണ്. 1985 ഇതൊരു ട്രസ്റ്റാണ്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റാണ് ഈ അവാർഡ്സ് കൊടുക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വിഷനാണ്. ഇറ്റ്സ് ഇന്റർ കണക്റ്റഡ്. ഡിസാർമമെന്റ്, പീസ്, ഡെവലപ്മെന്റ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഗ്ലോബൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അത് തന്നെയാണ് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പോയിന്റ്. 85 ആദ്യത്തെ അവാർഡ് കൊടുക്കുന്നത്. ആൻഡ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 1 കോടി രൂപ, 10 മില്യൺ ആണ് കൊടുക്കുന്നത്. ആൻഡ് അതിന് കൂടെ ഒരു ട്രോഫി ഉണ്ട്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് ബാൻഡഡ് ഹെമറ്റൈറ്റ് ജാസ്പർ. ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയൽ ആയിരിക്കുന്ന സ്ഥലം ശക്തിസ്ഥലിൽ അവരെ ക്രിമേറ്റ് ചെയ്ത സ്ഥലമാണ് ശക്തിസ്ഥൽ എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സ്റ്റോൺ തന്നെയാണ് ബാൻഡഡ് ഹെമറ്റൈറ്റ് ജാസ്പർ എന്ന് പറയുന്നത്. ഇതും ഇന്ദിരാഗാന്ധിയുടെ ഒരു മിനിയേച്ചർ ആർട്ട് സ്റ്റൈൽ ഫോട്ടോയും പോർട്രേറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതാണ് ബാൻഡഡ് ഹെമറ്റൈറ്റ്സ് ജാസ്പർ എന്ന് പറയുന്നത്. ശക്തിസ്ഥലിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സ്ഥലം ഇത് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും 1 കോടി രൂപയാണ് ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്. ആൻഡ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആണ് ഓൺലി ഓപ്പൺ ടു എലിജിബിൾ. ഇതിപ്പോൾ മൊസാംബി എന്നുള്ള ഒരാളാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടു എനി ഇൻഡിവിജ്വൽസ് ഓർ ഈവൻ ഓർഗനൈസേഷൻസിന് വിൻ ചെയ്യാം. എനി നാഷണാലിറ്റി, റേസ്, റിലീജിയൻ, ഐഡിയോളജി, ദർ ആർ നോ ജോഗ്രഫിക്കൽ ഓർ പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ്. ആർക്ക് വേണോ വിൻ ചെയ്യാവുന്ന ഒരു അവാർഡാണ്. പ്രധാനമായിട്ടും എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞു, പീസ് ബിൽഡിങ്ങിന് വർക്ക് ചെയ്ത ആളാവാം, ന്യൂക്ലിയർ ആൻഡ് ഡിസാർമമെന്റിന് വേണ്ടി, വാർസിനെതിരെ, കോൺഫ്ലിക്റ്റിനെതിരെ ഫൈറ്റ് ചെയ്ത്, ഹ്യൂമൻ റൈറ്റ്സിന് ഫൈറ്റ് ചെയ്ത്, ജെൻഡർ ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, എക്കണോമിക് ജസ്റ്റിസ്, കോപ്പറേഷൻ തുടങ്ങിയ ഏത് കാര്യത്തിൽ വർക്ക് ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും അവർക്ക് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഡിസാർമമെന്റിന്റെ കൊടുക്കുന്നതായിരിക്കും. എന്താണ് ഇതിന്റെ ജൂറി എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് ജൂറി. ഓർത്തു വെക്കുക, സെൻട്രൽ ഗവൺമെന്റ് ഓപ്ഷൻസിൽ വേണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന അവാർഡല്ല. ഇത് അവരുടെ ട്രസ്റ്റ് കൊടുക്കുന്ന അവാർഡാണ്. ഇൻഡിപെൻഡന്റ് ജൂറിയാണ്. 5 പേരടങ്ങുന്ന, മിനിമം 5, മാക്സിമം 9 എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ ചെയർപേഴ്സൺ ഓഫ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ചെയർപേഴ്സൺ ഇന്ദിരാഗാന്ധി ട്രസ്റ്റിന്റെ ആൾക്കാരാണ്. ഒരു ചെയർമാൻ ഉണ്ടാവും ജൂറിക്ക്. ഇപ്രാവശ്യത്തെ ചെയർമാൻ ശിവശങ്കർ മേനോനായിരുന്നു, പഴയ ഫോറിൻ സെക്രട്ടറി. കോൺസെൻസസ് വെച്ചാണ് തീരുമാനിക്കുന്നത്. ഫൈനൽ ജൂറിയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്ന പോലെ. നോമിനേഷൻ പ്രോസസ്, ആർക്കൊക്കെ നോമിനേറ്റ് ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓൾറെഡി പണ്ട് അവാർഡ് വിൻ ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാം. പഴയ ജൂറി മെമ്പേഴ്സിൽ 5 മുതൽ 9 വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യാം. MP-മാർക്ക്, മെമ്പർ ഓഫ് പാർലമെന്റിന് ചെയ്യാൻ പറ്റും. മെമ്പേഴ്സ് ഓഫ് നാഷണൽ പാർലമെന്റ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ മെമ്പർ സ്റ്റേറ്റ്സ്, UN മെമ്പർ സ്റ്റേറ്റ്സിലുള്ള മെമ്പേഴ്സ് ഓഫ് MP-മാർക്ക് ആർക്ക് വേണോ ചെയ്യാവുന്നതാണ്. റെപ്യൂട്ടഡ് നാഷണൽ ഓർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ പീസ്, UNO, ഗ്രീൻ പീസ്, അങ്ങനെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ജൂറി, ഇന്ദിരാഗാന്ധി ട്രസ്റ്റിന്റെ ജൂറി അംഗീകരിച്ച വ്യക്തികൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ സെപ്പറേറ്റ് ആയിട്ടും ഇതിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ വെറുതെ അങ്ങനെ ആർക്കും കയറി നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. MP-മാർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇവരുടെ പ്രധാനപ്പെട്ട മൊസാംബിയയിൽ ഇവർ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് വേണ്ടിയും എക്കണോമിക് എംപവർമെന്റിന് വേണ്ടിയും ഹ്യൂമാനിറ്റേറിയൻ ആക്ഷന് വേണ്ടിയും വർക്ക് ചെയ്തൊരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ ഷീ ഡെഫിനറ്റ്ലി ഫിറ്റ്സ് ഇൻ ടു ദ കംപ്ലീറ്റ് ക്രൈറ്റീരിയ ദാറ്റ് ദി അവാർഡ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. അതുകൊണ്ടാണ് അവർക്ക് ഈ അവാർഡ് കൊടുത്തത്. എല്ലാ കൊല്ലം ഈ അവാർഡ് ഉണ്ട്, പക്ഷേ ചിലപ്പോൾ ചില വർഷങ്ങൾ അവാർഡ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ചില വർഷങ്ങൾ കൊടുക്കാതിരുന്നിട്ടുമുണ്ട്. ദേ ഹാഡ് ഓൾസോ ഡിഫേർഡ് ദി അവാർഡ്സ് മെനി ടൈംസ്. അപ്പം അതും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിനെ കുറിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. ആൻഡ് നൗ കമ്മിങ് ബാക്ക് ടു ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ. പിപ്രാവ റെലിക്സ്. ബുദ്ധാസ് പിപ്രാവ റെലിക്സ് back in India after 127 years. PM Modi inaugurates Grand International Exposition of Sacred Piprava. Prime Minister inaugurates the Grand International Sacred Piprava Relics in New Delhi. ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്, പിപ്രവ റിലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഈ പടത്തിൽ കാണുന്ന പോലെ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഈ പടത്തിൽ കാണുന്ന പോലെ കണ്ടോ, കുറേ ഇതിനകത്ത് സ്ലോലി യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. കുറേ
ചെറിയ ചെറിയ ബീഡ്സ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടുന്ന് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പിപ്രവ റിലിക്സ് എന്ന് പറയുന്നത്. ചെറിയ പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്, അതിൽ ആഷ് മൗണ്ട്സിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബുദ്ധന്റെ കളക്ഷൻ, ബുദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന സംഭവമാണ്. അതാണ് ഇത്രയും വളരെ ഇതായിട്ട് അവർ പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് തിരിച്ചു കിട്ടിയത്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ഇനോഗ്രേറ്റഡ് എ മേജർ ഇന്റർനാഷണൽ എക്സിബിഷൻ. പിപ്രാവ റിലിക്സ് ആണ്. ആസാദി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പൊ എന്താണ് ഈ പിപ്രാവ റിലിക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ബിഫോർ ദാറ്റ് മേ ബി വി ക്യാൻ ഹാവ് എ സ്മോൾ സ്റ്റോറി. ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി വി ക്യാൻ ആക്ച്വലി ഹാവ് എ സ്മോൾ സ്റ്റോറി. ഇത് വളരെ പണ്ട് ബുദ്ധ എന്ന് പറയുന്ന നമുക്കറിയാം, ഇപ്പോഴും ബുദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്തൂപ കൺസ്ട്രക്ഷന്റെ സമയത്തൊക്കെ വളരെ റെവേർഡ് ആയിട്ടാണ് ഇത് കണ്ടിരുന്നത്. അപ്പോൾ ബുദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ബുദ്ധൻ മഹാപരിനിർവാണം, ബുദ്ധൻ മരിച്ചതിന് ശേഷം ഇതെല്ലാം പല സ്ഥലങ്ങളിലേക്ക് കൊടുത്തുവിട്ടു. സ്തൂപ കൺസ്ട്രക്ഷന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. സ്തൂപ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റെലിക്കിന്റെ മുകളിൽ റെലിക്ക് കുഴിച്ചിട്ടതിന് ശേഷമായിരിക്കും അതിന്റെ മുകളിൽ സ്തൂപ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ സ്തൂപ കൺസ്ട്രക്ട് ചെയ്യുന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ റിലിക്സിന്റെ മുകളിലാണ് അശോക 84,000 സ്തൂപ കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും കുറച്ച് ഇപ്പൊ റിലിക് എന്ന് പറയുന്ന ബുദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സംഭവമായിരിക്കാം, ബുദ്ധന്റെ ഒരു ഹെയർ ആയിരിക്കാം, ബുദ്ധന്റെ നഖമായിരിക്കാം, ബുദ്ധന്റെ ടീത്ത് ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, സ്മോൾ തിങ്. ദേ ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് ആൻഡ് സോ ദാറ്റ് ഡിഫറെന്റ് സ്തൂപ്പാസ് കുഡ് ഹാവ് കൺസ്ട്രക്റ്റഡ്. അങ്ങനെ പിപ്രാവ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. പിപ്രാവ ഒരു സ്ഥലമാണ് നേപ്പാൾ ബോർഡറിനടുത്ത്. ആൻഡ് ബുദ്ധന്റെ സ്ഥലം ലുംബിനി, ഇതൊക്കെ ബുദ്ധനായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. കപിലവസ്തു. ബുദ്ധൻ ആക്ച്വലി ഒരു ശാക്യ ക്ലാൻ എന്നുള്ള പ്രിൻസ് ആയിരുന്നല്ലോ. ശാക്യ ക്ഷത്രിയ ക്ലാൻ എന്ന് പറയുന്ന ഒരു ക്ഷത്രിയ കുലത്തിലാണ് ബുദ്ധൻ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഈ ക്ലാനിന് ഇതൊക്കെ ഈ ബുദ്ധന്റെ കുറെ സംഭവങ്ങൾ, ഈ റിലിക്സ് തിരിച്ചു കിട്ടിയിരുന്നു. അവരന്നത് കുഴിച്ചിട്ട് അത് കുറെ സ്ഥലത്തേക്ക് ഇവർ കൊടുത്തു വിട്ടിരുന്നു. ഇന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ഇതാണ് പിപ്രാവ എന്ന് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ്. Now let's quickly understand. ഇതാണ് ആ സംഭവം. And now why it is very important. എവിടെയാണ് ഇത്? ഫ്രം എ സ്തൂപ, ഡിസ്കവേർഡ് ഫ്രം എ സ്തൂപ അറ്റ് പിപ്രാവ നിയർ ദ ഇന്ത്യ നേപ്പാൾ ബോർഡർ. ആൻഡ് ഇവിടെ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ബോൺസിന്റെ, എല്ലിന്റെ ഫ്രാഗ്മെന്റ്സ് ഉണ്ട്, ആഷസ് ഉണ്ട്, ക്രിസ്റ്റൽ, ഗോൾഡ്, സ്റ്റോൺ റെലിക്വറി ഉണ്ട്, ബീഡ്സ്, പേൾ, ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ബുദ്ധന്റെ കോർപ്പറൽ റിലിക്സ് ഓഫ് ബുദ്ധന്റെ സമയത്ത് അസോസിയേറ്റഡ് ആയിരുന്ന കാര്യങ്ങളാണ്. ഇത് പിപ്രാവ എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ ഒരു സ്ഥലത്ത് നിന്നാണ് ഡിസ്കവർ ചെയ്ത് കിട്ടിയത്. ആരാണ് ഡിസ്കവർ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുന്നേ ഡിസ്കവർ ചെയ്തതാണ്. സോ ഇത് പിപ്രാവ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പ്ലേസ് മെനി സ്കോളേഴ്സ് ആസ് ഏൻഷ്യൻ കാപിലവസ്തു, ദ ക്യാപിറ്റൽ ഓഫ് ശാക്യ ക്ലാൻ. ബുദ്ധൻ ബിലോങ് ചെയ്തിരുന്ന ഒരു ക്ലാൻ ആണ് ശാക്യ ക്ഷത്രിയ.